അതുകൊണ്ട് എന്നെ അറിയില്ലെങ്കിൽ എനിക്കറിയാം. അപ്പോൾ ചിന്തയായ ജീവിതത്തിലൂടെ മുതിർന്നു വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്രായത്തിലും ഒരു സ്കൂൾ നടത്താനും, ഞാൻ വീട്ടിലെ ടീച്ചറാണ്, സ്കൂൾ നടത്താനും ഇങ്ങനെ നിങ്ങളുടെയൊക്കെ എൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള നിങ്ങളുടെയൊക്കെ മുമ്പ് വന്ന് ഈ രണ്ടു വാക്ക് പറയാനും ദൈവം എന്നെ പ്രായം എന്ന് പറയുന്നത് കടലാസിൽ മാത്രമല്ല. എൻ്റെ മക്കളെ ഇതിലേക്ക് പോയി എന്ന് ചേർന്ന് വരണമെന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശാരദമാൻ. വ്യത്യസ്തമായ രീതിയിൽ കവിതയിലൂടെ നമ്മുടെ ഉദ്ദേശത്തെ നമുക്ക് കുട്ടികൾക്ക് വിവരിച്ചു തന്നതിന് ആൽബം സിംഗറും ആക്ടറും ആയിട്ടുള്ള ജലാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ചങ്ങാഴ്ചകളെ, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഡ്രാഗൺ കുംഫുവിൻ്റെ പുതിയ ബ്രാഞ്ച് ഈസ്റ്റേലിൽ തുടക്കം കുറിക്കുന്ന വിവരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, 10-20 വർഷമായിട്ട് ചങ്ങായിയാണ് രജീഷ് മാസ്റ്റർ. അതേപോലെ തന്നെ എൻ്റെ മക്കളുടെ മാസ്റ്ററാണ് മുനീർ മാസ്റ്റർ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സഹദ്. ഏതായാലും കേരളത്തിലുടനീളം തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഒരു അസോസിയേഷനെ മറികടന്നുകൊണ്ട് കോഴിക്കോട് സിറ്റിക്കകത്ത് കേരളം മൊത്തം തുറക്കേണ്ട ആയോധനകല തുറന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആയിരക്കണക്കിന് കുട്ടികൾ ഒരുപക്ഷെ എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു കായിക അഭ്യാസത്തിലൂടെ നന്മ നിറഞ്ഞവരായിട്ട്, കായിക താരങ്ങളായിട്ട്, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരായിട്ട്, ഏറ്റവും നല്ല മാതാപിതാക്കളുടെ നല്ല അനുസരണയുള്ള മക്കളായിട്ട് നിങ്ങൾ വളരും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മളൊക്കെ വയസ്സായി പല്ലൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് നിങ്ങളായിരിക്കും ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന മാസ്റ്റേഴ്സായി മാറുക. അതിനുള്ള തുടക്കമാണ്. വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും പേടി വരാറില്ല. എൻ്റെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ 2-3 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളതാണ് എൻ്റെ ധൈര്യം. പക്ഷെ നിങ്ങളെ മുന്നിൽ വരുമ്പോൾ ചെറുതായിട്ടൊരു വിറയും പേടി, എന്ത് പറയണമെന്നൊക്കെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോഴും വിറയിൽ നിന്നിട്ടില്ല. എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ധൈര്യം തരുവാണെങ്കിൽ കയ്യടിയിലൂടെ തരുമോ ധൈര്യം? ആദ്യം കയ്യടി കിട്ടിയത് നിങ്ങളുടെ പ്രിയപ്പെട്ട മാസ്റ്ററുടെ കയ്യിൽ നിന്നാണ്. അപ്പം ആ ധൈര്യം ആദ്യം വന്നത് അവിടെ നിന്നാണ്. അതിനേക്കാൾ മുന്നിൽ നിങ്ങൾ കയ്യടി തരണം. നിങ്ങൾ കയ്യടി തന്നപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി. അതിൻ്റെ കാരണം ഞാൻ പറയട്ടെ. നിങ്ങൾ പേടിത്തൊണ്ടന്മാരായിട്ട് തൊണ്ടികളായിട്ട് ഇവിടെ വരുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ആയോധന കല മാത്രമല്ല, എവിടെയും നല്ല പവർഫുള്ളായിട്ട് നിൽക്കാനുള്ള ധൈര്യം എന്ത് കിട്ടും? കിട്ടും. അതേ സൗണ്ട് കിട്ടോ? നിങ്ങൾ ആരും ഉണ്ടൂല. കിട്ടോ? ആന്നല്ല, കിട്ടോ? കിട്ടും. ഇനി നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പ്രശംസിക്കുകയാണ്. എനിക്കൊരു കഴിവുണ്ട്. ഇന്ന് കേരളത്തിൽ എന്നെ പോലെ കഴിവുള്ള വേറെ ഒരാൾ വരാൻ ഞാൻ സമ്മതിക്കൂല എന്നുള്ളതാണ് എൻ്റെ തൻ്റെ ഇടം. എന്നെ പോലെ കഴിവുള്ള ഒരാൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ നല്ല രീതിയിൽ പഠിച്ചോൻ തന്നിട്ടുള്ള കഴിവിൻ്റെ പേരിൽ എനിക്കുള്ള അഹങ്കാരം. ഞാൻ കോഴിക്കോട്ടുകാർ പറയുന്ന ഒരു വാക്കുണ്ട്, കണ്ടിക്കണ് വന്നിക്കണ് പോയിക്കണ് എന്ന്. കേട്ടിട്ടുണ്ടോ? എനിക്ക് അവിടുന്ന് കിട്ടിയ ധൈര്യം കണ്ടോ? ശരിക്കും എൻ്റെ ലോകണി നിങ്ങൾ തരാണെങ്കിൽ ശരിക്കും ഞാൻ ഇവിടുന്ന് ഭയങ്കരമായിട്ട് അതാണ് എൻ്റെ ധൈര്യമാണ്. അപ്പം ഒരു കയ്യടി തന്നാൽ എനിക്ക് ധൈര്യമില്ലാത്ത എനിക്ക് ധൈര്യം വരുമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മാസ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന ആയോധന കല നിങ്ങൾക്ക് വെറും ഒരാളോട് ഫൈറ്റ് ചെയ്യാനുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നു. ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല പെരുമാറ്റം, നമ്മുടെ നാടിനെ സ്നേഹിക്കും, നമ്മുടെ നാട്ടുകാരെ സ്നേഹിക്കും, മറ്റുള്ളവർക്ക് മേഡം പറഞ്ഞതുപോലെ നന്മ നൽകും. സത്യമാണോ പറയണത്? ആണോ? എന്താ മുണ്ടാത്തെ? ആണോ? ഇനി ഒരു സമ്മാനം തരട്ടെ. ഇപ്പൊ വീണ്ടും വല്ലാത്തൊരു പുളകം കൊണ്ടുപോയി. കാരണം അതെന്താണെന്നറിയാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഈ വേദിയിൽ വന്നപ്പം ഈ വേദിയൊക്കെ മറന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു താരത്തെ ഞാൻ കണ്ടു. ആരെ കണ്ടെന്ന് എനിക്കറിയില്ല. ആ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞു മോനെ വിളിക്കുമ്പോൾ നിങ്ങൾ നല്ല കയ്യടി കൊടുക്കണം. ദേഹത്തെ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര
ലോകം മൊത്തം പ്രാക്ടീസ് മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്ത ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പേരെന്താ? മരണം വരെ എന്താണ് ഏറ്റെടുക്കുന്നത് അതായിരിക്കണം നമ്മുടെ ലൈഫിൽ, ഉറപ്പല്ലേ? അതിന്റെ തെളിവാണ് ഇപ്പൊ കാണിച്ചത്. നല്ല കൈയ്യടി കൊടുക്കാൻ. അരക്കണത് അനൂപിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. അനൂപ് എന്ത് കാണിച്ചാലും ഞാൻ കിണു എന്ന അക്ഷരം വെച്ചിട്ട് ലൈവായിട്ട് പാടും. നേരത്തെ പറഞ്ഞില്ലേ, എന്നെ പോലെ വേറൊരുത്തരില്ല, വരാൻ ഞാൻ സമ്മതിക്കൂല, ഞാനാണ് എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. എന്താണോ കാണുന്നത് അത് കിണു എന്ന അക്ഷരം വെച്ചിട്ട് പാടും. നിങ്ങൾ കാണിക്കുന്നത് എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ പറയാറുണ്ട് 1,00,000 രൂപ പാരിതോഷികം തരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള മൊബൈൽ തരും. അതെന്റെ ധൈര്യമാണ്. അത് നിങ്ങൾക്ക് പാടാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്നുള്ള വിശ്വാസം. അപ്പൊ അനൂപിന് വേണ്ടിയിട്ട് ഞാൻ 4 പേര് പാടട്ടെ. കൂടിയാലും പ്രശ്നമില്ലല്ലോ. ഞമ്മള് വന്നിക്കണ് കുംഫുവിന്റെ ഉദ്ഘാടനം നടന്നിക്കണ്, തോട്ടത്തിൽ സാധന്ത് വന്നിക്കണ്, അടിപൊളി ഉദ്ഘാടനം ചെയ്തിക്കണ്. അനൂപ് നിന്നിക്കണ്, ബാക്കിന്ന് ലോകം മറന്നിക്കണ്, ഓന് പ്രാക്ടീസ് തുടങ്ങിക്കണ്, ഇങ്ങനെ കാണിച്ചു കണ്ടിക്കണ്. പെൺകുട്ടികള് വന്നിക്കണ്, ആ കുട്ടി ഫിഗറിങ് വന്നിക്കണ്, നമ്മള് കൈയൊന്ന് കൊടുത്തിക്കണ്, ഓള് ആദ്യം എടുത്തിക്കണ്, ിലേക്ക് നോക്കിക്കണ്, ചൈനീസ് ലുക്കൊന്ന് കണ്ടിക്കണ്, അടിപൊളി ഹൈബ്രോ എഴുതിക്കണ്, 2 കിലോ ലിപ്സ്റ്റിക്കിട്ട് വന്നിക്കണ്. നമ്മൾ വന്നിക്കണ്. ഡ്രാഗൺ കുംഫുവിന്റെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നിക്കണ്. മൂപ്പര് മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് അറ്റൻഷനിൽ നിന്നിക്കണ്. നമുക്ക് സന്തോഷായിക്കണ്. നമ്മൾ വർത്താനം പറയുമ്പോൾ മൂപ്പരിടക്ക് ഫോൺ എടുത്തിക്കണ്. അത് ശരിയായില്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചിക്കണ്. നമുക്ക് സന്തോഷായിക്കണ്. എല്ലാരോടും ഒരിക്കൽ കൂടി ഹാപ്പി ആയിക്കണെന്ന് നമ്മള് പറഞ്ഞിക്കണ്. ഇനിയിട്ട സ്ഥലത്തുനിന്നും വീണ്ടും പോയിട്ട് ഇരുന്നിക്കണ്. നമ്മളൊരു സല്യൂട്ട് കൊടുക്കണം. പുതിയ എൻ്റെ എല്ലാവിധ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. ഡ്രാഗൺ കുംഫു അസോസിയേഷന്റെ ഫൗണ്ടറും ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുള്ള MA റഷീദ് മാസ്റ്ററുടെ മകൻ MA ബഹറൂഖ് ഖാൻ, അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. കായികാഭ്യാസത്തിന്റെ ഒരു മോട്ടീവ് ആരോഗ്യവും തന്നെയാണെന്ന് ഇതിലുള്ളവരെല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. നമ്മളെ ഡ്രാഗൺ കുംഫുവിന്റെ ഒരു ബോട്ടുണ്ട്, മാർഷൽ ആർട്ട് ഈസ് ബീയിങ് ട്രെയിൻഡ് ടു മെയിൻറ്റെയിൻ സ്ട്രെങ്ത് ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ടു എൻഹാൻസ് ദ പവർ ഓഫ് ഇമ്മ്യൂണിറ്റി ആൻഡ് സെൽഫ് ഡിഫെൻസ്. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോ മലബാർ മേഖലയിൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നെർവസ് ആണ്. ഇന്ന് വേദിയിലെത്തി എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ച തന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ